ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയേക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ അതിൻ്റെ ലൈനറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അത് നല്ല ഫിൽറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം, ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ. അപ്പോൾ തുടച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജർക്കിങ് വണ്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മെയിനായിട്ട് വന്ന ഒരു പോർഷൻ അവിടെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കവറുകൾ പൊട്ടി കിടക്കേണ്ട ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ജർക്കിങ്ങാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലച്ച് ഗ്രീസിങ് കൂടി അതിനകത്ത് നിലവിൽ ക്ലച്ച് ഗ്രീസിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ അയച്ചേക്കണത്. അപ്പോൾ നിലവിൽ വേറെ പറയത്തൊക്കെ ക്ലച്ചിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ സെറ്റ് ബോസ് ഡ്രൈവ് ഒക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഏതായാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് അയച്ചിട്ടൊന്ന് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ബെൽറ്റ് നമുക്കത് കിടക്കുന്നത് യൂസ് ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. പൊട്ടലോ കാര്യങ്ങളൊന്നും നിലവിലില്ല, പുതിയ ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്താൽ മതി. വേറെ പറയത്തക്ക ഭാഗം ക്ലച്ചിനകത്ത് പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചോക്ക് കേബിളിൻ്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഒടിഞ്ഞാൽ നിൽക്കണം. അതുകൊണ്ട് ഔട്ടറൊക്കെ പൊട്ടിയൊരു കണ്ടീഷനിൽ ഇവിടെ ഒടിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കണം. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടണമായി നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കേബിൾ ഔട്ടർ വലിഞ്ഞാൽ നമുക്ക് ഓട്ടോ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓവർ റേസിങ് കാണിക്കും. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടണമെന്ന് സേഫ് കേട്ടോ. കാരണം അത് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റൊക്കെ പോകണേലും നല്ലത് കൈയോടെ അത് മാറ്റാം. എന്തായാലും നമുക്ക് നാളെ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ തന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അത് മാറ്റിക്കളയുന്നതാണ് ബെറ്റർ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് സസ്പെൻഷൻ്റെ ബുഷുകളൊക്കെ പോയി കിടക്കുന്നു, ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. നമുക്ക് ആക്റ്റീവ 3G 4G വരെ വന്നുണ്ട് വണ്ടികളിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ ഇവിടുത്തെ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അത് മൊത്തം പൊട്ടിയ നിൽക്കണേ. അതായത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഫൈബർ ബുഷൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അത് അഴിച്ച് നമുക്കത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിയുടെ റബ്ബറുകളെ അതിലും ഗ്രീൻ ബുഷ് എന്ന് പറയും. അത് ശരിക്കും നമ്മൾ റോഡിലെ ഗട്ടറൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലോഡ് എടുക്കുന്നത് ആ ഭാഗമാണ്. അതും ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതേപോലെ തന്നെ കേബിളുകൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെയൊക്കെ ഫ്രണ്ട് വീലുമേക്ക് കണക്ഷൻ വന്നാൽ 2 കേബിളും ഔട്ടർ വലിഞ്ഞ് നിൽക്കുക. കാരണം നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് പോലും ഇല്ല. അതേപോലെ ഔട്ടർ വലിഞ്ഞേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 അതിൻ്റെ മേക്കും മോഡൽ ഇരിക്കുന്നത്. 2022 ബാറ്ററിയാണ്, 2 വർഷം പഴക്കം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.68 ആ റേഞ്ചിലൊക്കെ വന്നിട്ട് 12 വോൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ് നമുക്ക് കാണിക്കുക. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ബാറ്ററി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്നൊരു കംപ്ലൈൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. കാരണം സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും ബാറ്ററിയുടെ പ്രോബ്ലം ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വോൾട്ട് മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആംപിയർ മാച്ച് ആയാൽ മാത്രമാണ് സെൽഫ് മോട്ടർ വർക്കിങ്ങിലേക്ക് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വരാൻ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ചില കേസിൽ ഇങ്ങനെ കാണിച്ചാൽ പോലും വണ്ടികൾ അത്യാവശ്യം ഓടാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മതി. ആവശ്യമുണ്ടെങ്കിൽ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്ന സമയത്ത് ബാറ്ററി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ കവറുണ്ടല്ലോ, ഈ വന്ന പീസ്, അത് ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് വന്ന ഭാഗം മൊത്തത്തിൽ പൊട്ടിയിട്ട് ഇവിടെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ മൊത്തം പൊട്ടി നിൽക്കണം. അത് ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം. കാരണം അത് ബ്ലാക്ക് ആണെങ്കിൽ ഓൾറെഡി എല്ലായിടത്തും സ്റ്റോക്കിൽ വരും. പക്ഷേ അത് ഗ്രേ ടൈപ്പ് ആയതുകൊണ്ട് ഐറ്റം അവൈലബിൾ ആണോ എന്ന് തപ്പി നോക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൽക്കാലത്തേക്ക് ആ വലിയ പടപ്പില്ലാത്ത രീതിയിലേക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഐറ്റം ഓർഡർ ചെയ്ത് വരുത്തി മാറ്റിക്കളഞ്ഞാലാണ് 100% ആ ഫ്രണ്ടിലത്തെ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് വരും. ഐറ്റം നമ്മുടെ അവൈലബിൾ അല്ല, കിട്ടാൻ ഇപ്പോൾ ഗ്രേ കളർ ആയതുകൊണ്ടാണ്. കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓൾറെഡി പാർട്സ് ബുക്കിങ്ങിലേക്ക് ഇട്ടതിന് ശേഷം ഐറ്റം വന്നു കഴിയുമ്പോൾ എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ വെഹിക്കിൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പെരുവാഹലിൽ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പൊല്യൂഷനൊക്കെ തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതും കൂടിയും കൂട്ടത്തേക്ക് എടുത്ത് വിടാം. കാരണം ഓൾറെഡി നമുക്ക് അല്ലാണ്ട് നിങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ പാസ്സായി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതും കൂടിയും കൂട്ടത്തേക്കൂടെ ക്ലിയർ ചെയ്തേക്കാം. പൊല്യൂഷൻ പുക ടെസ്റ്റ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.